ഹായ് ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ഒരു മുട്ടക്കറിയാണ് ഗായ്സ്. ഇത് സാധാരണ മുട്ടക്കറിയല്ല, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ്. സത്യമായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ഇതിനെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മുട്ട ഇതിനെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു പാനിലോട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് നന്നായി വഴറ്റണം. നന്നായി വെന്ത് വരണം. ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ. നിങ്ങൾക്ക് കൂടുതൽ ഉള്ളി എടുക്കാവുന്നതാണ്, ഉള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഞാൻ ആദ്യം ചേർക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അവസാനമാണ് ചേർത്തത്, നിങ്ങൾ ആദ്യം തന്നെ ചേർത്തോ ഉപ്പ്. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് അരച്ച മുളകാണ്, മുളക് പൊടിയല്ല. അപ്പോൾ അരച്ച മുളക് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യണം. ഇത് കുറച്ചൊരു ഒടിഞ്ഞ് നന്നായി എല്ലാം കൂടി വരുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോഴാണ് ഉപ്പിട്ടത്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ വേവാൻ വെക്കണം. നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കാൻ വെക്കണം ഗൈസ്. ഇത് കുറച്ച് നേരം ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെ നിങ്ങൾ തിളപ്പിക്കാൻ വെച്ചോ. അപ്പോൾ മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് റെസിപ്പി. ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആയി കിട്ടുന്നത്. അപ്പോൾ ട്രൈ ചെയ്യൂ ഗൈസ്. താങ്ക് യു.